ഹലോ ഫുഡീസ്, വെൽക്കം ടു ദ ഷീറ്റ്സ് ഓഫ് സ്പൈസസ്. ഇന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മസാല ചീസ് ബ്രെഡ് ടോസ്റ്റാണ്. ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ഓണിയൻ, 3 മുട്ട, പിന്നെ 2-3 ഗ്രീൻ ചില്ലി, പിന്നെ കുറച്ച് കൊറിയാൻഡർ ലീഫ്, ഒരു 2 തണ്ട് കൊറിയാൻഡർ ലീഫ് മതിയാവും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമുക്കൊരു 3 മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം പൊട്ടിച്ചിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാം കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം വിസ്ക് ചെയ്യാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ബ്രെഡ് ടോസ്റ്റ്. നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സ് ആയിട്ട് ഇത് കൊണ്ടുപോകാം, ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, പിന്നെ ഓഫീസിലൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് റാപ്പ് ചെയ്ത് കൊണ്ടുപോകാം. അത്രയും ഈസിയാണ്, പിന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ്. ഇതിൽ കുറച്ച് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ് കേട്ടോ. ഈ നമ്മൾ സാധാരണ കഴിക്കുന്ന ബ്രെഡ് ടോസ്റ്റിൻ്റെ ടേസ്റ്റ് അല്ല ഇതിന്. അപ്പം എന്തായാലും ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പം ഞാനിതിങ്ങനെ മുട്ട നല്ലോണം ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ്, പിന്നെ 1/4 ടീസ്പൂൺ കുറവ് ജീരകപ്പൊടി, ക്യുമിൻ പൗഡർ, പിന്നെ 1 ടീസ്പൂൺ കസൂരി മേത്തി കൈവച്ച് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മുട്ടയായതുകൊണ്ട് കൂടുതൽ ഉപ്പ് ഇടാൻ പാടില്ല. അപ്പം ഞാനിത് ഒരു കുറച്ച് 1/4 ടീസ്പൂണിലും വളരെ കുറവായിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് വിസ്ക് ചെയ്ത് കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം ഇടാകുന്ന വരെ, നല്ലോണം ഒന്ന് പതിഞ്ഞ് വരുന്നവരെ വിസ്ക് ചെയ്യാം. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 1/4 ടീസ്പൂണിൽ കുറവ് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മെൽറ്റായ സമയത്ത് നമുക്ക് 2 പോർഷനായിട്ട് ഇതൊന്ന് മുട്ട പൊടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ പകുതി ഭാഗം ആഡ് ചെയ്തിട്ടുണ്ട്, പകുതി അടുത്ത സെറ്റിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു സെറ്റ് ഇങ്ങനെ ആകുന്നുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 1 മിനിറ്റത്തേക്ക് ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യാം. എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ ഈ മുട്ട പൊടിച്ചിട്ട് നമുക്ക് പ്ലേറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം 2 സെറ്റും. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യാൻ മറക്കരുത്. കുറേ അടിപൊളി വെറൈറ്റി റെസിപ്പീസൊക്കെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ട് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂട്ടാതെ ബെല്ലൈക്കണം. ഓക്കെ, അപ്പോൾ ബാക്ക് ടു റെസിപ്പി. അപ്പോൾ ഇത് 2 സെറ്റ് ഞാനിങ്ങനെ മുട്ട പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ബ്രെഡിൽ ഞാൻ അധികം വീറ്റ് ബ്രെഡാണ് വാങ്ങാറ്. അതിൻ്റെ മേലെ ഞാൻ ടൊമാറ്റോ സോസ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ മുട്ട ഇങ്ങനെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി അതിൻ്റെ മേലെ നമുക്ക് വേണ്ടത് മോസറല്ല ചീസാണ്. നിങ്ങൾക്ക് ഏത് ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിവിടെ മോസറല്ല ചീസാണ് യൂസ് ചെയ്തത്. അപ്പം അതിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക ലെയറായിട്ട്. നിങ്ങൾക്ക് കൂടുതലും മോസറല്ല ചീസ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത്ര കൂടുതൽ ആഡ് ചെയ്യുന്നില്ല, അപ്പോൾ കുറച്ച് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. ഇനി അതിൻ്റെ മേലെ മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇതില്ലെങ്കിൽ വേറെ ഏത് സോസ് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ മേലെ ബ്രെഡ് കൂടി വെച്ചിട്ടുണ്ട്. ഞാൻ ഇത് ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത സെറ്റും ഇതേപോലെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ വെജീസൊക്കെ വെക്കാം കേട്ടോ. നിങ്ങൾക്ക് കുക്കുംബർ വെക്കാം, പിന്നെ ലെറ്റ്യൂസ് വെക്കാം, പാസ്ലി വെക്കാം. ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ ഇഷ്ടം പോലെ. കാരണം എൻ്റെ മോൾക്ക് അതൊന്നും പറ്റില്ല കഴിക്കുമ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അങ്ങനത്തെ ഒന്നും ഇഷ്ടമില്ലെങ്കിൽ ഇതേപോലെ മാത്രം ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ഇത്. നിങ്ങൾക്ക് ടോസ്റ്റർ ഉണ്ടെങ്കിൽ അതേപോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ ഇതേപോലത്തെ പാൻ ഉണ്ടെങ്കിൽ അതുപോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ സാധാ നമ്മളുടെ ദോശ ഉണ്ടാക്കുന്ന പാനിലും ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ പാനിൽ ഞാനിവിടെ ഓവൻ വാങ്ങുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പാനിലാണ് നമ്മൾ ചിക്കനൊക്കെ ഗ്രില്ല് ചെയ്യാറ്. ഓക്കെ, ഇതേപോലെ ലൈൻസ് ഉള്ളൊരു പാനിൽ. അപ്പോൾ അതുകൊണ്ട് അതിൽ തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ ഇതിന് കുറേ കാലമായിട്ട് ഉപയോഗിക്കാറില്ല. അപ്പം ഇങ്ങനെ ഒരു ഐഡിയ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു വന്നപ്പോൾ ഇതിലുണ്ടാക്കാം. അപ്പോൾ ആ ലൈൻസും കൂടി വരുമല്ലോ. അങ്ങനെ ഞാൻ അതിലേക്ക് കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ ബ്രെഡ് ഉണ്ടാക്കിയതൊക്കെ അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് വെക്കുക, എന്നിട്ട് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനിവിടെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം ഒരു 1/2 മിനിറ്റ് കൂടുമ്പോൾ ഞാനിത് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലൈൻസ് ഇങ്ങനെ ലൈൻസ് കാണുമ്പോൾ നല്ല രസമല്ലേ, നമ്മൾ സാൻഡ്വിച്ച് പോലെ തന്നെ കാണും. ഇത് റാപ്പ് ചെയ്ത് കൊണ്ടുപോകാം ലഞ്ച് ബോക്സൊക്കെ ആയിട്ട്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇതിൻ്റെ എഗ്ഗിലിടുന്ന മസാലേൻ്റെ ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്, നല്ലൊരു വെറൈറ്റി ടേസ്റ്റ് കൂടിയാണ്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യുക, കൂടാതെ ബെല്ലൈക്കണം. കാരണം നല്ല ചീസി ആയിട്ടുള്ള, ഉള്ളിൽ നല്ല ഫില്ലായിട്ടുള്ള അടിപൊളി മസാല ചീസ് ടോസ്റ്റ്. നിങ്ങളുടെ സപ്പോർട്ടാണ് അടുത്ത അടിപൊളി വെറൈറ്റി റെസിപ്പി ആയിട്ട് വരാനുള്ള എൻ്റെ മോട്ടിവേഷൻ. അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നൗ കുക്ക് വിത്ത് ലവ്.